യെസ്, ഇപ്പോൾ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വളരെ ആവേശകരമായൊരു ഫൈനൽ പോരാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് സ്വർണ്ണ മെഡൽ നേടിത്തന്ന നീരജ് ചോപ്ര വീണ്ടും നമ്മളെ പൊന്നണിയിക്കുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. വലിയ ആകാംക്ഷയിലാണ് നമ്മളുള്ളത്. ആദ്യ യോഗ്യതാ റൗണ്ടിൽ തന്നെ 89.34 മീറ്റർ ദൂരമെറിഞ്ഞാണ് അദ്ദേഹം യോഗ്യത നേടിയത് ഫൈനലിലേക്ക്. ഇപ്പോൾ നീരജിന്റെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആദ്യ റൗണ്ട് മത്സരം പുരോഗമിക്കുകയാണ്. നീരജിന്റെ ആദ്യ ശ്രമം എത്തിയിട്ടില്ല, അദ്ദേഹത്തിലേക്ക് എത്തുന്നതേയുള്ളൂ. യൂലിയൻ വെബറാണ് ഇപ്പോൾ ഒരു അറ്റംപ്റ്റ് നടത്താൻ പോകുന്നത്. ജയ മുഹാജിർ നമുക്കൊപ്പം ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. മുഹാജിർ, വീണ്ടും ഒരു മെഡൽ പ്രതീക്ഷയിലാണ് നമ്മൾ. അവിടെ വലിയ കരുത്തുറ്റ താരങ്ങളുണ്ട്, എന്നാൽ പോലും നീരജ് ചോപ്രയിൽ നമുക്ക് വലിയ വിശ്വാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ മത്സരം എങ്ങനെയായിരിക്കും? എന്താണ് മുഹാജിറിന്റെ കണക്കുകൂട്ടൽ? മഹേഷ്, തീർച്ചയായും നമ്മൾ സ്വർണ്ണത്തിൽ കുറഞ്ഞ ഒന്നിന് പ്രതീക്ഷിക്കാൻ പാടില്ലല്ലോ. കാരണം നിലവിലെ ചാമ്പ്യനാണ്. നമുക്ക് ഏറെ പ്രതീക്ഷയുള്ള താരമാണ് നീരജ് ചോപ്ര. നല്ല മികച്ച ഫോമിലുമാണ് അദ്ദേഹം. അപ്പോൾ പാരീസിൽ നിന്ന് സ്വർണം കൊണ്ടല്ലാതെ മറങ്ങാൻ സാധ്യമല്ല. നമ്മൾ ഈ രാജ്യം മുഴുവനും ഈ അർദ്ധരാത്രി ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുന്നത് തീർച്ചയായും അദ്ദേഹം സ്വർണം എറിഞ്ഞു വീഴ്ത്തുന്നത് കാണാൻ തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് നമ്മളെ സംബന്ധിച്ചോളം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ഏറെ പ്രതീക്ഷ കൽപ്പിച്ചിരുന്ന വിനീഷ് ഫോഗട്ട് ഒരു വെള്ളിയെങ്കിലും, ഏറ്റവും കുറഞ്ഞത് വെള്ളിയെങ്കിലും ലഭിക്കേണ്ടിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അവർ ഭാര പരിശോധനയിൽ പുറത്തായി. അപ്പോൾ ഇനി നമുക്ക് ഏറ്റവും പ്രതീക്ഷ, ഇന്നിപ്പോൾ ഹോക്കിയിൽ വെങ്കലം നേടി. അത് തീർച്ചയായും നീരജ് ചോപ്രയുടെ മുന്നോട്ടുള്ള പ്രകടനത്തിന് അദ്ദേഹത്തിന് വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന സംഗതി തന്നെയായിരിക്കും. ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ആ വെങ്കലത്തെ വീണ്ടും കുറെ കൂടി സ്വർണത്തിലേക്ക് തന്നെ അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നല്ല വെല്ലുവിളിയാണ് അദ്ദേഹത്തിന് നേരിടാനുള്ളത്. ഈ അദ്ദേഹത്തിനോടൊപ്പം മത്സരിക്കുമ്പോൾ 12 താരങ്ങളാണ് ഫൈനലിൽ എത്തിയിട്ടുള്ളത്. ഈ 12 താരങ്ങൾക്കും 6 റൗണ്ട് എല്ലാവർക്കും കിട്ടില്ല. ആദ്യത്തെ ഘട്ടത്തിൽ ഒരു 3 റൗണ്ട് എറിയാനാണ് കിട്ടുക. ആ 3 റൗണ്ട് എറിഞ്ഞു കഴിയുമ്പോൾ ഏറ്റവും മികച്ച 8 സ്ഥാനക്കാരാണ് അടുത്ത റൗണ്ടിലേക്ക് പോവുക. അവർക്ക് വീണ്ടും 3 റൗണ്ട് അവസരം കൂടി ലഭിക്കും. നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പോൾ യോഗ്യതാ മത്സരത്തിൽ അല്ലെങ്കിൽ ഈ ക്വാളിഫയർ, ഈ ഫൈനലിന് മുമ്പുള്ള ഇതിൽ ഏറ്റവും കൂടുതൽ ദൂരം എറിഞ്ഞ് ഇതുവരെ നോക്കുമ്പോൾ നീരജാണ്. അദ്ദേഹം ഒറ്റ എയറിൽ തന്നെ 89.74 എറിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബെസ്റ്റിന് അടുത്തായിട്ട് തന്നെ അദ്ദേഹത്തിന് എറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 90 എന്നുള്ള ഒരു മാജിക് നമ്പർ കടന്നാൽ മാത്രമേ നമുക്ക് കുറച്ച് സേഫ് ആണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. അത് അദ്ദേഹം കടക്കും. അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യം തന്നെ ഈ ആദ്യ അറ്റംപ്റ്റുകളിൽ തന്നെ 90 കടക്കുക എന്നുള്ളതാണ്. അങ്ങനെ 90 കടന്നാൽ നമ്മൾ ഒരു സേഫ് സോണിൽ എത്തിയെന്ന് പറയാൻ കഴിയും. വളരെ ആവേശഭരിതമായ ഒരു അന്തരീക്ഷമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നുണ്ട്. ഒരു ഗ്രാമം ഒന്നടങ്കം അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെ കാണാൻ വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി ആർപ്പുളിക്കുവാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. തീർച്ചയായും ഇതുപോലെ തന്നെയാണ് 140 കോടി ജനങ്ങളും ഇന്ത്യയിലെ. അവരെല്ലാം ആഗ്രഹങ്ങൾ സഫലീകരിക്കും അദ്ദേഹം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.